ഇനി നമുക്ക് ടാലി സോഫ്റ്റ്വെയറിൽ പേയ്മെൻറ്റ്, റെസിപ്റ്റ്, കോൺട്ര എന്നുള്ള വൗച്ചേഴ്സ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ നോർമൽ ഒരു ബിസിനസ്സിൽ പേയ്മെൻറ്റ് ഉണ്ടാകും, അതുപോലെ റെസിപ്റ്റ് ഉണ്ടാകും, ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് ഉണ്ടാകും. നമ്മൾ ബാങ്കിൽ പോയി പൈസ ഡെപ്പോസിറ്റ് ചെയ്യും, അതുപോലെ വിഡ്രോ ചെയ്യും. അതെല്ലാം നമുക്ക് നമ്മളെ സോഫ്റ്റ്വെയറിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പോയിട്ട് നമ്മുടെ വൗച്ചർ സെലക്ട് ചെയ്യാം. ഫസ്റ്റായിട്ട് ഞാൻ പേയ്മെൻറ്റ് വൗച്ചറാണ് സെലക്ട് ചെയ്യുന്നത്. F5 എന്ന ഷോർട്ട് കട്ട് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് F5 പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എൻട്രി ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അവിടെ നമുക്ക് ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ക്യാഷ് അക്കൗണ്ടുകളാണ് നമ്മുടെ അടുത്തുള്ളത് എന്നുള്ളത് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത് നമ്മൾ ബൈ ക്യാഷ് ആണോ ബൈ ബാങ്ക് ആണോ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സപ്പോസ് ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടാണ്, ഞാൻ ക്യാഷ് സെലക്ട് ചെയ്തു. ഒരു പേയ്മെൻറ്റ് എന്ത് പേയ്മെൻറ്റും ആകും. സപ്പോൾ ഒരു എക്സ്പെൻസ് പേയ്മെൻ്റ് ആവാം, അതായത് നമ്മൾ കമ്പനിയുടെ എന്തെങ്കിലും ഒരു എക്സ്പെൻസ് നമ്മൾ കാണിക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ മുമ്പത്തെ വീഡിയോ നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നു, അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് പർച്ചേസ് ആയിരുന്നു നമ്മൾ കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത് കാണിക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ വരും. അതിൽ നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നത് ജി കമ്പ്യൂട്ടർ ഷോപ്പിൽ നിന്നായിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ജി കമ്പ്യൂട്ടർ ഷോപ്പ് ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് 47,000 നമ്മൾ അവർക്ക് കൊടുക്കാനുണ്ട്. ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 20,000 പേയ്മെൻറ്റ് കാണിക്കുകയാണ്. 20,000 എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. നമ്മൾ ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത സമയത്ത്, അതായത് ക്രെഡിറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ബിൽ ടു ബില്ല് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ബിൽ വൈസ് ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കും. അതിൽ നമ്മളെ എഗെയിൻസ്റ്റ് റെഫറൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത് പർച്ചേസ് ചെയ്തതിൻ്റെ ഇൻവോയ്സ് നമ്പർ പ്രകാരം സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നത് 52,000 ആയിരുന്നു. അതിൽ 5,000 നമ്മൾ റിട്ടേൺ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ 52,000-ൻ്റെ ഇത് സെലക്ട് ചെയ്യുക. 20,000 നമ്മൾ കൊടുക്കുന്നു. ശേഷം എൻ്റർ അടിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും നരേഷൻസ് ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നരേഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ആക്സെപ്റ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഓപ്ഷൻ. ഇനി നമുക്ക് നമ്മൾ നോർമൽ ജേണൽ എൻട്രി പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനായിട്ട് നമ്മൾ F12 കോൺഫിഗറേഷൻ എടുത്തിട്ട് അതിൽ സെക്കൻഡ് ഓപ്ഷൻ യൂസ് സിംഗിൾ എൻട്രി മോഡ് ഫോർ പേയ്മെൻറ്റ്, റെസിപ്റ്റ്, കോൺട്ര, വൗച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ നോ എന്ന് ചെയ്ത് കൊടുത്താൽ, നോ ആക്കി കൊടുത്താൽ നമുക്ക് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ നോർമൽ ജേണൽ എൻട്രി എങ്ങനെയാണ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെടുത്തി എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ഓർ ബാങ്ക് നമ്മളെ കയ്യിൽ നിന്ന് കുറയും. അപ്പോൾ നമ്മൾ ക്യാഷ് അസറ്റ് നമ്മളെ കയ്യിൽ നിന്ന് കുറയുമ്പോൾ നമ്മളെന്താ ചെയ്യുക, അസറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ലാബിലിറ്റി, അതായത് നമ്മളൊരു ഡെപ്റ്റ് നമ്മൾ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കുകയല്ല, നമ്മളെ ലാബിലിറ്റി കുറയാണ്. അപ്പോൾ ലാബിലിറ്റി കുറയുമ്പോൾ എന്താ ചെയ്യേണ്ടി, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ജി കമ്പ്യൂട്ടേഴ്സിന് നമ്മളിവിടെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യാം. അവർ കൊടുത്ത പേയ്മെൻറ്റ് 20,000 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, അതുപോലെ സെലക്ട് ചെയ്യാം. അഗെയിൻസ്റ്റ് റെഫറൻസ് അതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നമ്മൾ CR എന്നായി കൊടുക്കുക, അതായത് ക്രെഡിറ്റ് നമ്മൾ എന്താ ചെയ്യുക, ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നരേഷൻസ് ആക്സെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പേയ്മെൻറ്റ് എൻട്രി ചെയ്യാം. ഈ ഒരു ഓപ്ഷനിലാണ് ഏറ്റവും നല്ലത് നമുക്ക് സിംഗിൾ എൻട്രി മോഡാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിംഗിൾ എൻട്രി മോഡിൽ ചെയ്യാം. അതാവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് തെറ്റുകൾ വരാൻ സാധ്യത വളരെ കുറവാണ്.
അക്കൗണ്ട് എന്നുള്ള സ്ഥലത്ത് ക്യാഷ് ഓർ ബാങ്ക് സെലക്ട് ചെയ്യാം. ശേഷം നമ്മുടെ പേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ആണെങ്കിൽ ക്രെഡിറ്റേഴ്സ് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പേയ്മെൻറ്റ് വൗച്ചർ. ഇനി നമുക്ക് റെസിപ്റ്റ് വൗച്ചർ എങ്ങനെ എൻ്റർ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെയാണ് പേയ്മെൻറ്റ് വൗച്ചർ പോലെ തന്നെയാണ് റെസിപ്റ്റ് വൗച്ചറും. അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ക്യാഷ് ഓർ ബാങ്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബാങ്കാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ബാങ്കിലേക്കാണ് ക്യാഷ് വന്നുള്ളത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഇൻകം, അതായത് കമ്പനിക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ക്യാഷ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡെപ്റ്റേഴ്സിൻ്റെ പേരിൽ വരവ് വെക്കുന്നുണ്ട്, ബെസ്റ്റ് കമ്പ്യൂട്ടേഴ്സ്. നമ്മളിവർ സെയിലും കാര്യങ്ങളൊന്നും ഇവർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് നമുക്ക് അഡ്വാൻസ് കിട്ടിയതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു 5,000 ഇവിടെ എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് എഗെയിൻസ്റ്റ് റെഫറൻസിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കാണില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അഡ്വാൻസ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ട് 5,000 എന്ന് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും അഡ്വാൻസ് നമ്പർ എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം. ഞാൻ തൽക്കാലം 1 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. ശേഷം ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കുക. നരേഷൻ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നരേഷൻ ആഡ് ചെയ്യാം. ജസ്റ്റ് ആക്സെപ്റ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ റെസിപ്റ്റ് വൗച്ചർ. അതും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ള ഓപ്ഷനിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതാണ്, അതുകൊണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ ഇനിയുള്ളത് നമുക്ക് കോൺട്രാ വൗച്ചർ, അതായത് F4. കോൺട്രാ വൗച്ചർ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ക്യാഷ് ബാങ്ക് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പം നമ്മൾ ബാങ്കിൽ ക്യാഷ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാണ്. ക്യാഷ് കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടും. അപ്പോൾ നമ്മളിവിടെ മുകളിൽ സെലക്ട് ചെയ്യേണ്ടത് ബാങ്ക്. നമ്മൾ ഏത് ബാങ്കാണെന്ന് വെച്ചാൽ ആ ബാങ്ക് സെലക്ട് ചെയ്യുക. സപ്പോസ് SBI ബാങ്ക് ആണെങ്കിൽ SBI ബാങ്ക് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കുന്ന ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ മാത്രമേ ഇതിൽ എൻ്റർ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ക്യാഷ് സെലക്ട് ചെയ്യുക. ഒരു 5,000 നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. 5,000 എന്ന് അടിച്ചു കൊടുക്കുക. ശേഷം നരേഷൻ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. ശേഷം ബാങ്ക് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഡിനോമിനേഷനും കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുക്കുക. ശേഷം എൻ്റർ അടിക്കുക. നരേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നരേഷൻ ആഡ് ചെയ്യുക. ജസ്റ്റ് ആക്സെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്തതിന് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മളെ ബാങ്കിൽ പൈസ കുറയാണ്, ക്യാഷ് അല്ല കൂടുന്നത്. അപ്പോൾ അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്യാഷ് സെലക്ട് ചെയ്യുക. ഓക്കെ, ശേഷം ബാങ്ക്, നമുക്ക് ബാങ്ക് ഏതാണ്, SBI ബാങ്കാണ്. നമ്മൾ പൈസ SBI ബാങ്കിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്. അതുപോലെ SBI ബാങ്കിൽ നമ്മൾ 2,000 വിഡ്രോ ചെയ്യണമെന്ന് കരുതാം. അപ്പോൾ 2,000 എന്നുള്ള എമൗണ്ട് കൊടുക്കുക. ചെക്ക് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. നരേഷൻ ജസ്റ്റ് ആക്സെപ്റ്റ്. അപ്പോൾ ഇത്രയാണ്, ഈ രീതിയിലാണ് നമ്മൾ പേയ്മെൻറ്റും റെസിപ്റ്റും അതുപോലെ കോൺട്രാ വൗച്ചേഴ്സും എൻ്റർ ചെയ്യുന്നത്.